ഇത് പച്ച മീന് കമ്പോളത്തിൽ മേടിക്കാൻ പോയാലുണ്ടല്ലോ അതിനൊക്കെ ചേർത്തതാണ്. ഇത് നമ്മുടെ അയലത്തുള്ള നമ്മുടെ പാള് തന്നതുകൊണ്ട് ഇത്രയും വിലയ്ക്കാണെങ്കിൽ ഇത് നല്ല വിലയായിരിക്കും. പക്ഷേ നമ്മുടെ കൊച്ചുങ്ങളായതുകൊണ്ടാണ് രണ്ടുകൂടെ അധികമൊക്കെ തന്നത്. ഇല്ല ഇല്ല, വേറെ വെളിയിൽ നിന്ന് മേടിക്കുന്നതൊക്കെ ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റുമോ, ഐസ് കാണും, ഇത് അഷ്ടപടിക്കായാലും ഇപ്പം അങ്ങോട്ട് പിടിച്ചതല്ലയോ, കൊള്ളാം, നല്ല മീന്. പിന്നെ അമ്മേ ഇതിപ്പോ എങ്ങനെ കറി വെക്കാൻ അമ്മയുടെ ഉദ്ദേശം? ഇതിപ്പോ എന്ന് പറയുമ്പം മോൻ്റെ ഇഷ്ടം പറ. മമ്മി പറ. അല്ലല്ല, മോൻ്റെ ഇഷ്ടം, കഴിക്കുന്നത് നിങ്ങളാണ്, അപ്പൊ ഇഷ്ടം പറയുക. എനിക്കിപ്പോ എന്തമ്മേ എന്നാലും ഇസബെല്ലയുടെ ഇഷ്ടം പറയട്ടെ. അവള് പറഞ്ഞു അല്ല ഇസബെല്ലയുടെ ഇഷ്ടം നോക്കട്ടെ. ഇന്നിപ്പോ ഇത്ര നാളെ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം വെച്ചില്ലേ, ഇന്നിപ്പോ എന്റെ ഇഷ്ടം മുരിങ്ങയ്ക്ക ഇരിപ്പുണ്ടോ? ഞാൻ മുരിങ്ങയ്ക്കയും മാങ്ങ ഇട്ടൊരു കറി, നമ്മുടെ തേങ്ങ അരച്ചൊരു കറി ഇല്ലേ, എന്നിട്ട് കടുക് വറക്കത്തില്ലയോ, മറ്റേ ഉണ്ടമുളകൊക്കെ ഇട്ട്, മറ്റേ ഗുണ്ടുമുളക് നമ്മുടെ കായൽവാരത്തെ ചിന്നമ്മ ചെയ്യുന്ന കണക്ക്. ചിന്നമ്മ കറി വെച്ചിട്ട് ഒരു കടുക് വറുപ്പുണ്ടല്ലോ, ഇത് വറുക്കാൻ പറ്റും മമ്മി? വറുക്കാമല്ലോ, രണ്ടെണ്ണം വറുക്കണേ. ബാക്കി ഇതേപോലെ രണ്ടെണ്ണം വറുക്കണേ. രണ്ടെണ്ണം വറുക്കാം, മാങ്ങായി മുരിക്കായി ഇട്ട് തേങ്ങ അരച്ച് കറി വെക്കാം. അപ്പൊ നാളെ ഇനിയിപ്പം നമുക്ക് ഇത് മതിയല്ലോ, ഇന്നത്തെ ഇതുണ്ട്. നാളെ ഒരു വെജിറ്റേറിയൻ എന്തെങ്കിലും അപ്പൊ നാളെ വെജിറ്റേറിയൻ എന്തെങ്കിലും മതിയല്ലോ. ഇന്നത്തെ കറി ഇരിക്കുമല്ലോ, തീർച്ചയായിട്ടും. അതോ മുളകിട്ട് വെക്കുന്നോ? ഇല്ല, നമുക്ക് ഇപ്പം മാങ്ങായും മുരിക്കായിട്ട് ഇത് വെക്കാം. മുളകിട്ട് വെക്കാൻ ഇനി നമുക്ക് അപ്പുറത്തൊന്നും മേടിക്കാറില്ല. ഈ ചൂടയൊക്കെ ഉണ്ടായിരുന്നു അവിടെ ചെന്നപ്പോഴേ, അന്നേരം പിന്നെ ഞാൻ വിചാരിച്ചു മമ്മി ഒത്തിരി ടൈം എടുക്കത്തില്ലയോ. ചൂടയൊക്കെ നമുക്ക് മേടിക്കാം. എപ്പോഴും പറഞ്ഞാൽ ചൂട് നിനക്ക് അധികം ഇഷ്ടമല്ലല്ലോ, പിന്നെ അതൊരു ഇതാകുമ്പോൾ വെട്ടാനും എളുപ്പമാണ്. ഓക്കെ, അപ്പൊ ഇത് ഞാൻ നന്നാക്കാനായിട്ട് വെക്കാം. ഞാൻ രണ്ട് മുരിങ്ങ പോയി പൊട്ടിച്ചിട്ടുണ്ട്. മുരിങ്ങ പൊട്ടിക്കണം, മാങ്ങ വേണം, മാങ്ങ ഇനി എറിയണം. നോക്കട്ടെ മാങ്ങ എറിഞ്ഞിടുക, തേങ്ങ പൊതിച്ചേരുക, ഇതെല്ലാം കറി ഞാനില്ലേ കൂടുതൽ യോജിപ്പിക്കുന്ന ജോലിയേ ഉള്ളൂ എനിക്ക്. ഞാൻ മമ്മിയുടെ, എന്നിട്ട് മമ്മി ക്രെഡിറ്റ് എടുക്കും. ഞാൻ കറി വെച്ചത് മുരിങ്ങയ്ക്ക ഞാൻ പൊട്ടിക്കണം, പിന്നെ തേങ്ങ ഞാൻ ചിരകി കൊടുക്കണം, മാങ്ങ മാങ്ങ പൊട്ടിക്കണം, പിന്നെ കോർഡിനേറ്റിംഗ് ആണ് യോജിപ്പിക്കുന്ന ജോലിയല്ലേ എനിക്ക്. അതാണ് അമ്മമാരുടെ ജോലി. അമ്മമാരുടെ ജോലികള് മക്കളുമാർക്ക് അറിയത്തില്ല. മുമ്പിൽ ആഹാരം വരുമ്പോ അവര് വിചാരിക്കും ഇതേ ഉള്ളോ ജോലിയെന്ന്. അതുങ്ങൾ ചോദിക്കും വീട്ടിലെന്തോ പണിയെന്ന്. ഇതൊക്കെയാ പണി, അമ്മമാരുടെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. എന്തായാലും മമ്മി ഇത് ഫ്രൈ ചെയ്യണം മസ്റ്റ്. ഇസബെല്ലയ്ക്ക് മോനും ഫ്രൈ ചെയ്ത് തരാം. മോന് കുറച്ചേ തരത്തോളൂ, ഇസബെല്ലയ്ക്കാ പോകുന്നത്. ഞാൻ പിന്നെ പാളങ്കലിൻ്റെ അടുത്ത് പറഞ്ഞു, നിങ്ങളിങ്ങനെ യൂട്യൂബ് ചാനലിൽ മമ്മി ഇട്ടെന്ന് പറഞ്ഞോ. ലിങ്ക് ഇട്ട് കൊടുത്തില്ല, പറഞ്ഞു ഇട്ട് കൊടുക്കണം. എന്നാ ശരി അമ്മി, ഞാൻ എന്നാ ഇസബെല്ല ഒന്ന് വിളിക്കട്ടെ, മുരിങ്ങ പൊട്ടിക്കാൻ പോകാനായിട്ട്. പൊട്ടിക്കും, മാങ്ങ വേണം, തേങ്ങ പൊതിച്ച് ചിരി തരണം, എല്ലാം ചെയ്യാം. ഡോണ്ട് വറി. ദൈവമേ ഡീ മോളെ, മാങ്ങ അങ്ങ് നിൽക്കും. നല്ല 2-3 കമ്പുണ്ടെങ്കിൽ നമുക്ക് എറിഞ്ഞിടായിരുന്നു. ഇത് മാങ്ങ ഇല്ലാതെ കറി വെച്ചാൽ ശരിയാകത്തില്ല. ഓക്കെ, ഇത് നിൽക്കുന്നു മാങ്ങ.